പീസ് എപ്പിസോഡ് 4 ദ പൈറേറ്റ്സ് ആർ കമ്മിങ്. സോ ഈ ഒരു എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. സോ കഴിഞ്ഞ എപ്പിസോഡ് കാണാത്തവരാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഇതുവരെയുള്ള എപ്പിസോഡ്സിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. സോ ഈ ഒരു എപ്പിസോഡ് തുടക്കത്തിൽ നമ്മുടെ സോറ ഓൾറെഡി ആ ഒരു കിണറ്റിൽ കിടക്കുകയാണ്. ഇനി ലൂഫി ആണെങ്കിൽ ആ ഒരു വിഷം കുടിച്ചിട്ട് ബോധമില്ലാതെ കിടക്കുകയാണ്. ഇനി ഉസോപ്പ് ആണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാതെ ആ ഒരു നഗരത്തിൻ്റെ വീതിയിൽ ഇരുന്ന് വിഷമിക്കുന്ന സമയത്ത് അവൻ്റെ അടുത്തോട്ട് കോബിയും ഹെൽമിപ്പോയും വരികയാണ്. അങ്ങനെ കോബിക്ക് ഈ പറഞ്ഞ ഉസോപ്പ് പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയോ സത്യമുണ്ട് എന്നുള്ളൊരു തോന്നൽ വരികയാണ്. പക്ഷെ ഹെൽമിപ്പോ ഇപ്പോൾ പറയാണ് ഇവൻ പറയുന്നത് എന്തോ മണ്ടത്തരാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവനെ ഡൈവേർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ കോബി ഇവനോട് ചോദിക്കുകയാണ് ഓക്കെ ഏത് പൈറേറ്റ് ആണ് ഇവിടെ ഉള്ളതെന്ന് ചോദിക്കുമ്പോൾ ക്ലാഹദോർ എന്ന് പറയുകയാണ്. ക്ലാഹദോറിന്റെ ശരിക്കും പേര് കൂറോ എന്നാണ് എന്നും പറയുകയാണ്. ഇപ്പോൾ ഹെൽമിപ്പോ പറയാണ് ഇതെങ്ങനെ സാധ്യമാകും, എൻ്റെ അച്ഛനായിട്ടുള്ള മൂർഗോൺ ആണെങ്കിൽ ഈ പറഞ്ഞ ക്ലാഹദോറിനെ അല്ല കൂറോയെ ആണെങ്കിൽ വർഷങ്ങൾക്ക് മുന്നേ കൊന്നതാണ്, പിന്നെ എങ്ങനെയാണ് അവൻ തിരിച്ചു വരിക എന്നുള്ളൊരു കാര്യം ചോദിക്കുകയാണ്. സത്യത്തില് അന്ന് മൂർഗൻ ആണെങ്കിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ക്ലാഹദോർ അല്ലെങ്കിൽ കൂറോയെ കൊന്നിട്ടില്ലായിരുന്നു, അയാൾക്ക് കൊല്ലാനും സാധിച്ചിട്ടില്ലായിരുന്നു. പക്ഷേ അയാൾക്ക് ഹയർ പൊസിഷൻ കിട്ടാൻ വേണ്ടി കൂറോയായിട്ട് ഒരു ഡീലിൽ വരികയും അങ്ങനെ കൂറോയെ താൻ കൊന്നു എന്നുള്ളൊരു കാര്യം പറയുകയും ചെയ്യുകയാണ്. അങ്ങനെ അന്ന് മുതൽ ഇന്ന് വരെ ഐഡന്റിറ്റി മാറ്റിയാണ് ഈ പറഞ്ഞ അങ്ങനെ ക്ലാഹദോർ കൂറോയാണ് എന്ന് പറയുന്ന സമയത്ത് ഇത് ഹെൽമിപ്പോ അംഗീകരിക്കുന്നില്ല. കാരണം തൻ്റെ അച്ഛൻ ചെയ്തൊരു തെറ്റ് അത് അവൻ എന്തൊക്കെയോ ചെറിയൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് മണക്കുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ മാക്സിമം കോബിയും കൊണ്ട് അവിടുന്ന് പോകാൻ വേണ്ടിയാണ് അവൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ കോബിക്കാണെങ്കിൽ ഉസോപ്പിനെ സഹായിച്ചേ തീരുന്നുള്ളൊരു മെൻറ്റാലിറ്റിയിലാണ്. അങ്ങനെ ഇവരെല്ലാം കൂടെ ചേർന്നിട്ട് നേരെ കയയുടെ വീട്ടിലോട്ട് പോവുകയാണ്. അങ്ങനെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ അവിടെയുള്ള എല്ലാവർക്കും തന്നെ അടിപറ്റിയിരിക്കുന്ന ആ ഒരു സിറ്റുവേഷനിലാണ്. അങ്ങനെ ഇവനെങ്കിലും കൂടെ വന്നല്ലോ എന്നുള്ള ആ ഒരു ചിന്തയിൽ ഉസോപ്പും ഇവരുടെ കൂടെ പോവുകയാണ്. ഇതേ സമയം തന്നെ നാമിയാണെങ്കിൽ കുറെ നേരമായിട്ട് ആരെ അവിടെ കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ല. ഓക്കെ അവന്മാരെന്തായാലും കിച്ചണിൽ ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ട് കിച്ചണിലോട്ട് പോവുകയാണ്. പക്ഷെ അവിടെയാണെങ്കിൽ ബോധം കെട്ട് കിടക്കുന്ന നമ്മളുടെ നായകനായിട്ടുള്ള ലൂഫിയാണ് അവൾ കാണുന്നത്. പക്ഷെ അവന് ബോധമുണ്ട്, അവന്റെ ശരീരത്തിൽ ആ ഒരു ഫ്രൂട്ടിന്റെ കഴിവുള്ളത് കൊണ്ട് അതൊരു ഡെവിൾ ഫ്രൂട്ട് പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ അവൻ മരിച്ചു പോയിട്ടില്ല. പക്ഷെ അവന്റെ ശരീരത്തിൽ അവൻ ശരിക്കും പറഞ്ഞാൽ ഈ ആൽക്കഹോൾ യൂസ് ചെയ്തതുപോലെ മയക്കത്തിലാണ്. അങ്ങനെ അവന്റെ സൈഡിലായിട്ട് ആ ബ്ലൂ കളറിലെ ആ ഒരു ഫുഡും ഉണ്ടായിരുന്നു. അങ്ങനെ പെട്ടെന്ന് ഇവൾക്ക് കാര്യമൊക്കെ മനസ്സിലായി നമ്മുടെ നാമിക്ക്. അങ്ങനെ പെട്ടെന്ന് മോളിൽ നിന്ന് ക്ലാഹദോർ വരുന്നതായിട്ട് അവൾ കേൾക്കുകയാണ്. അങ്ങനെ അവൾ അവിടെ ഉണ്ടായിരുന്ന ചെറിയൊരു അൽമാരയിൽ കയറി അടഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ഇപ്പം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 സെർവൻസ് ആണ് ഈ ഒരു ക്ലാഹദോറിനെ എല്ലാത്തിനും കൂട്ടി നിൽക്കുന്നത്, ഒരാണും പെണ്ണും. അങ്ങനെ ഇവരവിടെ നിൽക്കുന്ന സമയത്ത് ഇവർ പറയാണ് എന്തായാലും നമ്മൾ കയയെ കൊല്ലാൻ തീരുമാനിച്ചു, ഇന്ന് രാത്രി തന്നെ അതങ്ങ് നടത്തിയേക്കാം, ഇനി കാര്യങ്ങളൊന്നും വെച്ച് താമസിപ്പിക്കേണ്ട എന്നുള്ളൊരു തീരുമാനത്തിലോട്ട് അവരെത്തുകയാണ്. അതിനെപ്പറ്റി അവരവിടെ ഡിസ്കസും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇതെല്ലാം അവിടെ നിന്നിട്ട് നാമി കേൾക്കുകയാണ്. അങ്ങനെ നാമി ആകെ ഞെട്ടുകയാണ്. എങ്ങനെയെങ്കിലും കയയെങ്കിലും ഹെൽപ്പ് ചെയ്യണം എന്നവൾ മനസ്സിൽ ഉറപ്പിക്കുകയാണ്. അങ്ങനെ ഇവർ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അതേ സമയത്ത് തന്നെ കോബിയും ഹെൽമിപ്പോയും അതുപോലെ തന്നെ യൂസേപ്പും ഇവരുടെ വീടിന്റെ ഫ്രണ്ടിൽ വന്നിട്ട് നോക്ക് ചെയ്യുകയാണ്. അങ്ങനെ തുറന്നു വരുന്ന സമയത്ത് ക്ലാഹദോർ അവരുടെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുകയാണ്. അങ്ങനെ കോബി ചോദിക്കുകയാണ് നിങ്ങളൊരു പൈറേറ്റ് ആണ്, നിങ്ങളാണ് കൂറോ എന്നൊക്കെ. ശരിക്കും പറഞ്ഞ മണ്ടനല്ലേ ഇവൻ, കാരണം പറയാനുള്ള കാര്യങ്ങൾ ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ എങ്ങനെയെങ്കിലും അംഗീകരിക്കുമോ? താൻ ചെയ്തത് തെറ്റാണെന്ന് അംഗീകരിക്കുന്ന ആൾക്കാർ വളരെ ചുരുക്കമല്ലേ, അതും ഒരു കള്ളനും കൂടി ആവുമ്പോൾ താൻ കള്ളനാണെന്ന് ആരെങ്കിലും അംഗീകരിക്കുമോ? അങ്ങനെ ഈ ഒരു സിറ്റുവേഷനിൽ വീണ്ടും ഉസേപ്പ് ആണെങ്കിൽ എപ്പോഴും നുണ പറയുന്ന ഒരു മനുഷ്യനാണ്. മാത്രമല്ല അവൻ്റെ അമ്മ മരിച്ചതിന് ശേഷം അവൻ നുണകൾ മാത്രമേ പറയാറുള്ളൂ. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ ഒരു സിറ്റിയിലെ അല്ലെങ്കിൽ വില്ലേജിലെ ആരോടെങ്കിലും ചോദിച്ചു നോക്കാനൊക്കെ പറയുമ്പോൾ ഇവരും ഉസോപ്പ് പറയുന്നത് നുണയാണ് എന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ ഉസോപ്പ് പറയുകയാണെങ്കിൽ നിങ്ങൾ ലൂഫിയെ പറ്റി ചോദിക്കുക പ്ലീസ് എന്ന് പറയുന്ന സമയത്ത് ലൂഫിയെ അകത്ത് നിന്ന് ആ ഒരു സെർവൻറ്റ് കൊണ്ടുവരികയാണ്. ആ കുടിക്കുന്ന പയ്യനല്ലേ, അവൻ്റെ കുടിച്ച് ഉന്മത്തനായിട്ട് ദേ അവിടെ കിടപ്പുണ്ട് എന്ന് പറയുകയാണ്. സത്യത്തിൽ അവൻ ആ ഒരു വിഷത്തിന്റെ ഹാങ് ഓവറിലായിരുന്നു. അങ്ങനെ ഈ ഒരു കാര്യം കൂടി കേൾക്കുമ്പോൾ ഉസോപ്പിന് മനസ്സിലാവുകയാണ് എന്തായാലും കയയുടെ ലൈഫ് രക്ഷിക്കാൻ വേണ്ടി ഇവർ കൂടെ നിൽക്കത്തില്ല എന്ന്. അങ്ങനെ എങ്ങനെയെങ്കിലും കൂടെ നിൽക്കുമോ എന്ന് കോബിയുടെ അടുത്ത് ചോദിക്കുമ്പോൾ കോബി പറയാണ് നമുക്ക് തെളിവുകളില്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ലടോ എന്ന്. അങ്ങനെ ഉസോപ്പ് പെട്ടെന്ന് തന്നെ കയയുടെ റൂമിലോട്ട് ഓടുകയാണ്. ഇതേ സമയത്ത് തന്നെ നമ്മളുടെ നാമിയാണെങ്കിൽ ആ ഒരു ലേഡി സെർവന്റ് അവിടെ നിന്ന് എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവളുടെ തലക്കടിച്ച് ബോധം കെടുത്തിയതിനു ശേഷം കയയുടെ റൂമിലോട്ട് പോവുകയാണ്. ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ ഉസോപ്പ് ആണെങ്കിൽ കയയുടെ റൂമിലോട്ട് എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു.
അങ്ങനെ ഉസോപ്പ് റൂമിൽ ചെന്നിട്ട് കൈയോട് പറയുകയാണ് ക്ലഹദോർ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറോയാണ്, അവൻ നിന്നെ കൊല്ലാൻ ശ്രമിക്കുകയാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അവൾ അത് വിശ്വസിക്കുന്നില്ല. അവൻ പറയുന്നതെല്ലാം നുണയായിരുന്നല്ലോ ഇത്രയും നാള്. സോ അതുകൊണ്ട് തന്നെ ഇതും ഒരു നുണക്കഥയാണ് എന്നാണ് അവൾ വിശ്വസിക്കുന്നത്. സോ ഈ ഒരു സമയത്ത് അവൻ എന്തൊക്കെ പറഞ്ഞിട്ടും കാര്യമായിട്ട് വിശ്വസിക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഈ ഒരു സമയത്ത് തന്നെ ക്ലഹദോർ ആണെങ്കിൽ നേരെ കിച്ചണിലെത്തുമ്പോൾ ബോധം കെട്ടി കിടക്കുന്ന ആ ഒരു ലേഡി ആയിട്ടുള്ള സെർവൻറ്റിനെയാണ് കാണുന്നത്. അങ്ങനെ അവൾ പറയുകയാണ് ഇവിടെ നാമി ഉണ്ടായിരുന്നു, നമ്മുടെ പ്ലാനിങ് എല്ലാം അവൾ കേട്ടിട്ടുണ്ടായിരുന്നു എന്ന്. സോ അതുകൊണ്ട് തന്നെ എന്തായാലും കൊല്ലാൻ തീരുമാനിച്ചു. ഇനിയിപ്പോൾ കയ അറിഞ്ഞാലും വലിയ കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഇവർ നേരെ കയയുടെ റൂമിലോട്ട് പോവുകയാണ്. ഈ ഒരു സമയത്ത് നാമിയും കയയുടെ റൂമിലോട്ട് എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു സമയം കൊണ്ട് തന്നെ ഈ ക്ലഹദോർ ആണെങ്കിൽ ഈ ഒരു വലിയ രീതിയിലുള്ളൊരു കൊട്ടാരം പോലത്തെ വീടാണല്ലോ. സോ ആ ഒരു വീടിൻ്റെ വാതിലുകളും ജനലുകളും ഒരു സ്വിച്ച് വഴി ലോക്ക് ചെയ്യാണ്. ഇനി ആ ഒരു സ്വിച്ച് അമർത്തിയാൽ മാത്രമേ ഇവിടെ നിന്ന് ആർക്കെങ്കിലും പുറത്തിറങ്ങാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ഈ ഒരു സംഭവം കാണുമ്പോൾ കൈയുടെ മനസ്സിങ്ങനെ ആടി ഒലയാണ്, ആര് പറയുന്നതാണ് ശരി എന്നുള്ള കാര്യം. അങ്ങനെ നാമിയും ഇപ്പം അങ്ങോട്ടേക്ക് വന്നിട്ട് പറയണം അവൻ പറയുന്നതെല്ലാം സത്യമാണ് കയ, വിശ്വസിക്കുകയെന്ന്. അപ്പോൾ കയ പറയാണ് ഇവൻ നിങ്ങളോട് നുണ പറയാൻ പറഞ്ഞതല്ലേ, എനിക്കറിയാം നിങ്ങൾ എല്ലാവരും കൂടി നാടകം കളിക്കണ്ട എന്നൊക്കെ പറയുകയാണ്. പക്ഷെ നാമിയാണെങ്കിൽ അവസാനം ലൂഫിക്ക് ഇങ്ങനെ പറ്റിയ കാര്യം അതുപോലെ തന്നെ നമ്മുടെ സോറോയുടെ കാര്യമൊക്കെ പറയുകയാണ്. അങ്ങനെ അവസാനം ഒരു പോയിന്റ് എത്തുമ്പോൾ അവള് വിശ്വസിക്കുകയാണ്. അങ്ങനെ കൈയും കൂട്ടരും ചേർന്നിട്ട് അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ ഇവരാണെങ്കിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഷീൽഡിന്റെ ബാക്കിൽ മറയുന്ന സമയത്ത് ക്ലഹദോർ കയയെ അന്വേഷിച്ച് വരികയാണ്. അങ്ങനെ ഇപ്പൊ ചോദിക്കുകയാണ് കയമോളെ എവിടെയോ നിനക്ക് മരിക്കാനുള്ള സമയമായല്ലോ എന്ന്. ഇങ്ങനെ ചോറൊക്കെ കൊടുക്കാൻ വിളിക്കുന്നത് പോലെയാണ് ചേട്ടൻ ഇപ്പൊ മരിക്കാൻ വിളിക്കുന്നത്. അങ്ങനെ ഇപ്പൊ കൈക്ക് കാര്യം മനസ്സിലാവുകയാണ്. അങ്ങനെ അയാളുടെ കയ്യിലുള്ള കത്തികൾ ഉപയോഗിച്ചിട്ട് കുത്തുന്ന സമയത്ത് അവളുടെ കയ്യിൽ ചെറുതായിട്ട് കുത്തിക്കൊള്ളുകയും അതിൽ രക്തമാവുകയും ചെയ്യുകയാണ്. അങ്ങനെ കൈ ഇവിടെ ഉണ്ട് എന്നുള്ളൊരു കാര്യമാണെങ്കിൽ ക്ലഹദോറിന് മനസ്സിലാവുകയാണ്. അങ്ങനെ കറക്റ്റായിട്ട് അവർ പോകുന്ന വഴികളിലൊക്കെ അവരെ ഫോളോ ചെയ്തും പോകുന്നുണ്ട്. ഇവിടെ നിന്ന് സീൻ കട്ടായതിനു ശേഷം നമ്മൾ കാണുന്നത് സോറോയെയാണ്. അവനാണെങ്കിൽ കിണറ്റിൽ നിന്ന് ബോധം വന്ന് എണീറ്റിട്ടുണ്ട്. തൻ്റെ കൂടെ മരിച്ചു കിടക്കുന്ന ആ ഒരു മനുഷ്യനെ കണ്ടിട്ട് അവൻ ഒരുപാട് വിഷമമുണ്ട്. സോ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെടണം, കാരണം പുറത്തത്തെ സിറ്റുവേഷൻ വളരെ മോശമാണ് എന്ന് അവന് ഊഹിക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ പലതവണ അവൻ ഹുക്ക് ഉപയോഗിച്ച് കയറിൽ ചാടി രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിനവന് സാധിക്കുന്നില്ല. അങ്ങനെ ഇപ്പൊ അവൻ വിചാരിക്കുകയാണ് അതിന്റെ മുകളിൽ കൂടെ പിടച്ച് കയറിയിട്ട് രക്ഷപ്പെടാമെന്ന്. പക്ഷെ അതിനും അവന് സാധിക്കുന്നില്ല, തെന്നി താഴോട്ട് വീഴുകയാണ്. അപ്പോഴാണ് അവൻ 7 വർഷങ്ങൾക്ക് മുന്നേ ആണെങ്കിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ടിമോട്സ്കി വില്ലേജിലെ അവന്റെ ആ ഒരു കളരിയും കാര്യങ്ങളും അല്ലെങ്കിൽ അവൻ പഠിച്ച ആ ഒരു മാർഷൽ ആർട്ടും കാര്യങ്ങളും ഓർമ്മിപ്പിക്കുന്നത്. അവൻ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്കൂളിലെ അല്ലെങ്കിൽ ക്ലാസ്സിലെ ഓൾമോസ്റ്റ് എല്ലാവരെയും നല്ല രീതിയിൽ തന്നെ അടിച്ചു തോൽപ്പിക്കുമായിരുന്നു. പക്ഷെ അവൻ എത്രയൊക്കെ ശ്രമിച്ചിട്ടും അവനെ തോൽപ്പിക്കാൻ പറ്റാത്തത് ഒരു പെൺകുട്ടിയാണ്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവളുടെ പേര് ക്വീന എന്നായിരുന്നു. ക്വീന അവരുടെ മാസ്റ്ററിന്റെ മകളാണ്. അങ്ങനെ പലതരത്തിൽ പല രീതിയിൽ ഫൈറ്റ് ചെയ്ത് അവളെ തോൽപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അങ്ങനെ ഒരു ദിവസം ഇവന് ദേഷ്യം വന്നിട്ട് ഇവൻ പറയുകയാണ് എൻ്റെ കയ്യിൽ മരം കൊണ്ടുണ്ടാക്കിയ കത്തി ആയതുകൊണ്ടാണ്, ശരിക്കും കത്തിയായിരുന്നെങ്കിൽ നിന്നെ ഞാൻ എന്തായാലും 2 തുണ്ടാക്കിയാനേ എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ ഒരു ദിവസം അവർ ഓക്കെ നിന്റെ കയ്യിൽ ശരിക്കും കത്തി തരാം, നമുക്ക് എങ്കിലും തോൽപ്പിക്കാൻ വേണ്ടി നീ ശ്രമിക്കുക എന്ന് പറയുകയാണ്. അങ്ങനെ ഇവന്റെ കയ്യിൽ 2 കത്തിയും നമ്മളുടെ ക്വീനയുടെ കയ്യിൽ 1 കത്തിയുമായിട്ട് ഇവരെ ഫൈറ്റ് ചെയ്യുകയാണ്. ക്വീനയുടെ കത്തി ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ള കളറിലെ വാളായിരുന്നു. അങ്ങനെ ഈ ഒരു വാള് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിലായിരുന്നു. അങ്ങനെ കയ്യിൽ 2 കത്തികൾ അല്ലെങ്കിൽ വാളുകൾ ഉണ്ടായിരുന്നെങ്കിലും അവസാനം ക്വീന തന്നെയാണ് ജയിക്കുന്നത്. അങ്ങനെ ഈ ജയിക്കുന്ന സമയത്ത് അവൾ അവനോട് പറയുകയാണ് എടാ നീ വിഷമിക്കൊന്നും വേണ്ട, നീ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യും, എന്തായാലും നീ തന്നെ വിജയിക്കും. കാരണം ഒരു പരിധിക്കപ്പുറം ഗേൾസിന് ബോയ്സിന്റെ മുകളിൽ നല്ല രീതിയിൽ വിജയം കൈവരിക്കാൻ അതും ഇതുപോലെയുള്ള മാർഷൽ ആർട്സിൽ സാധിക്കുകയില്ല. എന്തായാലും നീ നല്ല രീതിയിൽ തന്നെ വിജയിക്കുമെന്ന് പറയുകയാണ്. അങ്ങനെ ഇത് കേൾക്കുന്ന സമയത്ത് അവൻ പറയുകയാണ്, അതായത് നമ്മുടെ സോറോ പറയുകയാണ് എനിക്ക് അങ്ങനെയൊന്നുമില്ല, പക്ഷേ എപ്പോഴും നീ എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരിക്കണം, എപ്പോഴും നീ തന്നെ ആയിരിക്കണം എൻ്റെ എതിരാളി. കാരണം നീ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ കൂടുതൽ ഞാൻ പ്രാക്ടീസ് ചെയ്ത് കൂടുതൽ കാര്യങ്ങൾ ഞാൻ പഠിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. സോ ഈ ഒരു കൂട്ട് നല്ലതാണ് എന്ന് പറയുകയാണ്. അങ്ങനെ അവർ ബെസ്റ്റ് ഫ്രണ്ട്സ് ആകാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. മാത്രമല്ല അവർ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഡീലും സെറ്റ് ചെയ്യുന്നുണ്ട്. ഈ വേൾഡിലെ തന്നെ ബെസ്റ്റ് ആയിട്ടുള്ള സ്പോർട്സ്മാൻ അല്ലെങ്കിൽ വുമൺ ഇവരിൽ ഒരാളായിരിക്കുമെന്ന്. അങ്ങനെ ഈ ഒരു വാക്ക് അവർ പാലിക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ 2 പേരും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക്
മനസ്സിലായില്ലേ, ലൂഫി ആണെങ്കിൽ അവനെ ആദ്യം കൂടെ വിളിച്ച സമയത്ത് ഇവൻ പറയുന്നില്ലേ, എനിക്ക് നിന്റെ കൂടെ വരാൻ സാധിക്കത്തില്ല, അതിന് ഞാൻ ഒരാൾക്ക് വാക്ക് കൊടുത്തു പോയി എന്നുള്ള കാര്യം. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്വീനയ്ക്ക് കൊടുത്ത വാക്കായിരുന്നു അവനിപ്പോൾ പാലിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ക്വീനെ ആണെങ്കിൽ അതിനുശേഷം വീട്ടിലോട്ട് തിരിച്ചു പോവുകയാണ്. പിറ്റേ ദിവസം രാവിലെ ആവുന്ന സമയത്ത് എന്നത്തെയും പോലെ നമ്മുടെ സോറോ ആണെങ്കിൽ അവിടെ പ്രാക്ടീസിന് വേണ്ടി വരികയാണ്. പക്ഷെ എത്രയൊക്കെ കാത്തു നിന്നിട്ടും ക്വീൻ അങ്ങോട്ടേക്ക് വരുന്നില്ല. അങ്ങനെ കുറേ നേരം കഴിയുമ്പോൾ ഇവരുടെ മാസ്റ്റർ, അതായത് ക്വീനയുടെ അച്ഛൻ വളരെ വിഷമത്തിൽ ആ ഒരു സ്ഥലത്തോട്ട് വന്നിട്ട് പറയുകയാണ്, അതേ ക്വീന ഇന്ന് വരത്തില്ല എന്ന്. എന്തുകൊണ്ടാണ് ക്വീന വരാത്തത്, ഞാൻ അവളോട് പറഞ്ഞതാണല്ലോ എന്നൊക്കെ സോറോയാണെങ്കിൽ വളരെയധികം ചെറിയൊരു വിഷമത്തോടും അതുപോലെ തന്നെ ചെറിയ രീതിയിലുള്ള നീരസത്തോടും കൂടിയാണ് ചോദിക്കുന്നത്. പക്ഷേ ഇപ്പോഴാണ് അവളുടെ അച്ഛൻ കാര്യം പറയുന്നത്, അവൾക്ക് ചെറിയ രീതിയിൽ ഒരു ആക്സിഡന്റ് ആയി, പക്ഷെ അവൾ മരണപ്പെട്ടു എന്ന് പറയുകയാണ്. ഇത് കേൾക്കുമ്പോൾ സോറോ അങ്ങ് ഞെട്ടാണ്. കാരണം അവൻ്റെ ബെസ്റ്റ് ഫ്രണ്ടും അതുപോലെ തന്നെ അവൻ്റെ എല്ലാ കാര്യത്തിനും ഒപ്പം നിന്ന് തൻ്റെ കൂട്ടുകാരി ആ ഒരു ക്വീന. മാത്രമല്ല ഇന്നലെ അവർ തമ്മിൽ സംസാരിച്ച കാര്യങ്ങളൊക്കെ അവൻ്റെ മനസ്സിലൂടെ കടന്നു പോവുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ലൈവ് ആക്ഷൻ സീരീസിൽ അവൾക്ക് എന്താണ് പറ്റിയതെന്ന് കാണിക്കുന്നില്ല. പക്ഷേ അവൾക്ക് ആ ഒരു ആനിമ സീരീസിൽ കാണിക്കുന്നുണ്ട്, അവളാണെങ്കിൽ സ്റ്റെപ്സിൻ്റെ മേലെ നിന്ന് താഴെ വീഴുകയും ആ ഒരു വീഴ്ചയിൽ കാര്യമായിട്ടുള്ള പരിക്കുകൾ പറ്റുകയും അവൾ മരിക്കുകയുമാണ് ചെയ്തത്. അങ്ങനെ ഈ ഒരു സംഭവത്തിന് ശേഷം അവിടെ ആ ഒരു ക്ലാസ്സിലുണ്ടായിരുന്ന എല്ലാ കുട്ടികളും കൂടെ ചേർന്നിട്ട് അവൾക്കാണെങ്കിൽ ലാസ്റ്റ് ആയിട്ടുള്ള ശരിക്കും പറഞ്ഞാൽ ഇവരുടെ മാർഷൽ ആർട്സ് രീതിയിലുള്ള ഒരു ഇത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു റെസ്പെക്റ്റിന് വേണ്ടിയിട്ട് ആ ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് അവനാണെങ്കിൽ ആ ഒരു മാസ്റ്ററോട് ചോദിക്കുന്നുണ്ട്, എനിക്ക് നമ്മുടെ ക്വീനയുടെ ആ ഒരു വാള് തരുമോ എന്ന്. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഈ ഒരു വാളാണെങ്കിൽ വളരെയധികം സ്പെഷ്യലാണ്, ഞാൻ എന്തിനാ ഇത് നിനക്ക് തരണമെന്ന് ചോദിക്കുകയാണ്. ഇപ്പോൾ അവനാണെങ്കിൽ തിരിച്ചു പറയുകയാണ്, മാസ്റ്റർ ഞാനും ക്വീനയും തമ്മിലൊരു ഡീലുണ്ടായിരുന്നു, അത് പ്രകാരം ഞാനല്ലെങ്കിൽ അവളായിരുന്നു ഈ ഒരു വേൾഡിലെ തന്നെ ഏറ്റവും വലിയ നല്ല രീതിയിലുള്ള സ്വാഡ് പവർ ഉള്ള ഒരാൾ, സോ അതെനിക്ക് പാലിക്കണമെന്ന് പറയുകയാണ്. അങ്ങനെ ഈ ഒരു വാളാണെങ്കിൽ നമ്മുടെ ക്വീനയുടെ അച്ഛൻ ഇവന് കൊടുക്കുകയാണ്. അങ്ങനെ ഈ ഒരു കിണറ്റിൽ കിടന്നുകൊണ്ട് അല്ലെങ്കിൽ അവനെ ഇട്ടിരിക്കുന്ന ആ ഒരു കിണറ്റിൽ കിടന്നുകൊണ്ട് ഇതെല്ലാം സോറോ ആലോചിച്ച് കൂട്ടുകയാണ്. അങ്ങനെ ഈ ഒരു പോസിറ്റീവ് എനർജിയിലും അതുപോലെ തന്നെ ആ ഒരു സംഭവത്തിലും അവനാണെങ്കിൽ പുറത്തോട്ട് കയറി വരികയാണ്. അങ്ങനെ ഇതേ സമയത്ത് തന്നെ നമ്മുടെ ലൂഫി ആണെങ്കിൽ കോബിയും ഹെൽമിപ്പോയും പിടിച്ചു വെച്ചിരിക്കുകയാണ്. ഇപ്പൊ ബോധം വന്ന ലൂഫി ആണെങ്കിൽ കുറച്ച് ഛർദ്ദിച്ചതിനൊക്കെ ശേഷം അവൻ നമ്മളുടെ ഈ ഒരു കോബിയോട് പറയുകയാണ്, എടാ നിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്താണ്, നിനക്ക് മനുഷ്യരെ രക്ഷിക്കണം, മനുഷ്യരെ സേവിക്കണം. ഞാനും അത് തന്നെയാണ് നിന്നോട് പറയുന്നത്. കൈയുടെ ജീവൻ ആപത്തിലാണ്, കൈയുടെ മാത്രമല്ല നാമിയുടെയും ഉസോപ്പിൻ്റെയും. സോ നീ എന്നെ ഇപ്പോൾ ഇവിടെ നിന്ന് വിട്ടുകയാണെങ്കിൽ ഞാനാണെങ്കിൽ അവരെ രക്ഷിക്കാമെന്ന് പറയുന്ന സമയത്ത് ഈ പറഞ്ഞ കോബിക്ക് എന്ത് പറയണമെന്ന് അറിയത്തില്ല. കാരണം അവൻ ആഗ്രഹിക്കുന്നതും ഇതൊക്കെ തന്നെ ആയിരുന്നല്ലോ. അങ്ങനെ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ കോബിക്ക് നമ്മളുടെ ലൂഫിയോട് ചെറിയ രീതിയിലുള്ള ഒരു സോഫ്റ്റ് കോർണറൊക്കെ വരുന്നുണ്ട്. ഇത് മനസ്സിലാക്കി ഹെൽമിപ്പോൾ പറയുകയാണ്, എടാ ഗാർപ്പ് നമ്മൾ എന്തിനാ വിട്ടിട്ടുള്ളത്, നീ കാര്യം മറക്കല്ലേ എന്ന് പറഞ്ഞിട്ട് ലൂഫിയെ വിടാൻ വേണ്ടി അവൻ സമ്മതിക്കുന്നില്ല. പെട്ടെന്നാണ് അവരുടെ ബാക്കിലായിട്ട് അവരുടെ അനക്കം കേൾക്കുന്നത്. അത് മറ്റാരുമല്ലായിരുന്നു, രക്ഷപ്പെട്ട സോറോയായിരുന്നു. ശരിക്കും ഹെൽമിപ്പോയ്ക്ക് സോറോയെ നല്ല പേടിയാണല്ലോ. അങ്ങനെ ഇപ്പോഴും സോറോ വന്നിട്ട് അവൻ്റെ മുഖത്ത് നൈസായിട്ടൊരു പഞ്ച് കൊടുക്കുകയാണ്. ദാ കിടക്കുന്ന ഹെൽമിപ്പോൾ. അങ്ങനെ ഇതേ സമയത്ത് തന്നെ കോബി അവിടെ നിൽക്കുന്നു എന്ന് മൈൻഡ് പോലും ചെയ്യാതെ സോറോയാണെങ്കിൽ ലൂഫിയും കൂട്ടി അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ ഇപ്പം ലൂഫി തിരിച്ചു വന്നതിന് ശേഷം കോബിയോട് പറയുകയാണ്, എടാ നീ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ ഞാനും ചെയ്യുന്നുള്ളൂ എന്നുള്ളൊരു കാര്യം. അങ്ങനെ കോബിക്കും ഒന്നും പറയാനില്ല, അവരെ പോവാൻ വേണ്ടിയിട്ട് കോബിയും അനുവദിക്കുകയാണ്. അങ്ങനെ ഇവിടെ നിന്ന് സീൻ കട്ടായതിനു ശേഷം നമ്മൾ കാണുന്നത് കൈയെയും നാമിയെയും ഉസോപ്പിനെയും ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഒരു ലിവർ തിരിച്ചിട്ട് അവിടെയുള്ള എല്ലാ വിൻഡോസും ഡോറും ഈ ഒരു ക്ലാഡോർ ആണെങ്കിൽ പൂട്ടി എന്നുള്ള ഒരു കാര്യം. അങ്ങനെ ഇത് തുറക്കാൻ വേണ്ടി അവർ ശ്രമിക്കുകയാണ്. പക്ഷെ ഇത് തുറക്കുന്ന സമയത്ത് നല്ല രീതിയിൽ ഈ വീലൊക്കെ കറങ്ങുന്ന ആ ഒരു മെക്കാനിക് സൗണ്ട് ഉണ്ടാവാറുണ്ട്. സോ ഈ ഒരു സൗണ്ട് കേട്ടിട്ട് ക്ലാഡോർ ഇവരെവിടെയാണ് എന്ന് കണ്ടുപിടിക്കുകയും ആ ഒരു സ്ഥലത്തോട്ട് വരികയും ചെയ്യുകയാണ്. അങ്ങനെ ക്ലാഡോർ ആണെങ്കിൽ ഇവരെ കണ്ടുപിടിക്കുകയാണ്. അങ്ങനെ കായയെ ഇത്രയും നാൾ അയാൾ പറ്റിക്കുകയായിരുന്നുവെന്നും നിനക്ക് ഞാൻ തരാം കായ എന്നൊക്കെ പറയുകയാണ്. നീ എന്നെ എപ്പോഴും ബുദ്ധിമുട്ടിക്കും, രാവിലെ ചായ, അത് കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ്, ബാത്റൂമിൽ പോകണം, ഉറക്കണം, കഥ പറയണം, എന്തെല്ലാം കാര്യങ്ങൾ, ഇതിനൊക്കെ നീ അനുഭവിച്ചേ തീരൂ കായ എന്ന് പറയാണ്. ഇപ്പൊ കായ വളരെയധികം സങ്കടപ്പെടുകയാണ്. കാരണം അവൾ ശരിക്കും പറഞ്ഞാൽ അവളുടെ അച്ഛൻ്റെ സ്ഥാനത്ത് തന്നെയാണ് ഇയാളെ കണ്ടുകൊണ്ടിരുന്നത്. അങ്ങനെ വീണ്ടും അവിടെ ആ ഒരു തിരച്ചില്, ശരിക്കും പറഞ്ഞാൽ ക്ലാഡോർ അവരെ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ, ആ ഒരു തിരച്ചില് മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ ഇപ്പം ഇവരെ, അതായത് കൈയെയും നാമിയെയും അയാൾ പിടിക്കുകയാണ്. അങ്ങനെ അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഉസോപ്പ് ആണെങ്കിൽ അയാളുടെ ഫ്രണ്ടിലോട്ട് വരികയാണ്. അപ്പോൾ അയാൾ വിചാരിക്കുകയാണ് ആദ്യം ഉസോപ്പിനെ അടിച്ചിടാമെന്ന്, അതിനുശേഷം ഇവരെ പിടിക്കാമെന്നും തീരുമാനിക്കുകയാണ്. അങ്ങനെ ഉസോപ്പിനെ അടിക്കാൻ വേണ്ടി അയാൾ ശ്രമിക്കുന്ന അതേ സമയത്ത് തന്നെ കുറോയും അതുപോലെ തന്നെ ലൂഫിയും അവരുടെ ആ ഒരു ബംഗ്ലാവിലോട്ട് എത്തുകയാണ്. അങ്ങനെ ഇപ്പം ലൂഫി ആണെങ്കിൽ
ഉഫി ആണെങ്കിൽ ഇപ്പോൾ ഇവനോട് നമ്മുടെ സോറോയോട് പറഞ്ഞതിന് ശേഷം അണ്ടർഗ്രൗണ്ടിലോട്ടാണ് പോകുന്നത്. ഇതേ സമയം തന്നെ നമ്മളുടെ സോറോയാണെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ആ ഒരു ഫീമെയിൽ ആയിട്ടുള്ള സെർവൻറ്റിനോട് ഫൈറ്റ് ചെയ്യുകയാണ്. അവളെ ഇവനെയാണെങ്കിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാള് കൊണ്ട് വാൾപ്പയറ്റാക്കാമെന്ന് ഇൻവൈറ്റ് ചെയ്യുകയാണ്. അങ്ങനെ ഇവൻ ആരാ മോനെന്ന് അവൾക്കറിയത്തില്ലല്ലോ. അവൻ ഈസി ആയിട്ട് അവളെ മാത്രമല്ല അവിടെ ഉണ്ടായിരുന്ന ആ ഒരു മെയിൽ സർവൻറ്റ് കൂടിയില്ലേ ക്ലഹദോറിന്റെ കൂട്ടിലുണ്ടായിരുന്ന അവരെയും കൂടെ കെട്ടി അവിടെ ഇടുകയാണ്. അങ്ങനെ ഇതേ സമയത്ത് തന്നെ ലൂഫി താഴത്തോട്ട് ചെല്ലുകയാണ്. ലൂഫിയുടെ ഈ ഒരു ബോഡിക്ക് വളരെയധികം ഇലാസ്റ്റിക് പവർ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ അവനെയും അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ക്ലഹദോറിന് സാധിക്കുന്നില്ല. അങ്ങനെ അവസാനം ക്ലഹദോറിനെ അറ്റാക്ക് ചെയ്യാൻ ഇവനും സാധിക്കുന്നില്ല. കാരണം അയാളുടെ പൊസിഷൻ എപ്പോഴും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ. അങ്ങനെ ഇപ്പം ലൂഫി ആണെങ്കിൽ ക്ലഹദോറിനെ എങ്ങനെയെങ്കിലും പിടിക്കണമെന്ന് മനസ്സിൽ ഉറപ്പിക്കുകയാണ്. അങ്ങനെ അവസാനം അവന്റെ കൈകൾ നീട്ടിയിട്ട് അവനാണെങ്കിൽ അയാളുടെ മുഖത്തൊരു പഞ്ച് കൊടുക്കുകയാണ്. അങ്ങനെ ആ പഞ്ചിൽ ഇയാളെ വീണ് എഴുന്നേറ്റുന്ന ആ ഒരു സമയം കൊണ്ട് തന്നെ അവൻ അയാളുടെ 2 കൈയിലും പിടിവെക്കുകയാണ്. എന്നിട്ട് അവന്റെ തലയാണെങ്കിൽ റബ്ബർ ബാൻഡ് പോലെ ബാക്കിലോട്ട് വലിച്ചതിന് ശേഷം അത് വിടുകയാണ്. ഈ ഒരു സമയത്ത് ക്ലഹദോർ ദാ പറന്നു പോകുന്ന പട്ടം പോലെ ബംഗ്ലാവിന്റെ പുറത്ത് ദാ കിടക്കുന്നു. അങ്ങനെ ഈ ഒരു സമയം കൊണ്ട് സോറോയും ആ ഒരു സർവന്റിനെ തോൽപ്പിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അങ്ങനെ ഇപ്പം കൈയുടെ കാര്യം ഓൾമോസ്റ്റ് ഒക്കെ സേഫായി. ഇവർക്ക് പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് പോകണം. കാരണം ഓൾറെഡി കോബിയും അതുപോലെ തന്നെ ഹെൽമി പോയി ഇവിടെയുണ്ട്. എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടില്ല എന്നാണെങ്കിൽ മറൈൻസ് ഇവരെ പിടിക്കാൻ വരുമെന്നുള്ള കാര്യത്തിൽ ഇവര് ഫോർ ഷുവർ ആണ്. അങ്ങനെ ഇവിടെ നിന്ന് എങ്ങനെ രക്ഷപ്പെടും? നമ്മുടെ കയ്യിൽ പ്രോപ്പർ ആയിട്ടുള്ള ഒരു കപ്പൽ ഇല്ലല്ലോ എന്ന് ചോദിക്കുന്ന സമയത്ത് കയ പറയുകയാണ് എൻ്റെ കയ്യിൽ ഒരു കപ്പൽ ഉണ്ട് എന്ന്. അങ്ങനെ അവളാണെങ്കിൽ ഈ പറഞ്ഞ എല്ലാവരെയും കൂടി കൂട്ടിയിട്ട് ആ ഒരു സീഷോർ അതായത് കടൽ തീരത്തോട്ട് പോവുകയാണ്. അവിടെ എത്തിക്കഴിയുമ്പോൾ ഇവള് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആ ഒരു കപ്പൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരത്തെ ഇവര് വാങ്ങാൻ വേണ്ടി ശ്രമിച്ചിരുന്ന ആ ഒരു കപ്പലില്ലേ അത് തന്നെയായിരുന്നു. അതായത് ലൂഫി ആഗ്രഹിച്ച സെയിം കപ്പൽ തന്നെ. അങ്ങനെ ഇപ്പോൾ ഉസോപ്പിനോട് ചോദിക്കുകയാണ് നിനക്ക് പിറേറ്റ് ആവണം എന്നല്ലേ ആഗ്രഹം, സോ നീയും ഞങ്ങളുടെ കൂടെ വരാൻ വേണ്ടി ആവശ്യപ്പെടുന്ന സമയത്ത് അവൻ പറയുകയാണ് ഇല്ല എനിക്ക് കയയെ സംരക്ഷിക്കേണ്ടതുണ്ട് എന്ന്. അപ്പോൾ കയ പറയുകയാണ് നീ എന്തിനാ പേടിക്കുന്നത്, എനിക്കൊരു ഡോക്ടർ ആവണം, നീ എനിക്ക് വേണ്ടി നിന്റെ ആഗ്രഹങ്ങളൊന്നും കളയേണ്ട ആവശ്യമൊന്നുമില്ല, നീ അവരുടെ കൂടെ പൊക്കോ എന്ന് പറയുകയാണ്. അങ്ങനെ ഇപ്പം അവനും വളരെയധികം സന്തോഷത്തോടു കൂടി ഇവരോടൊപ്പം പുറപ്പെടുകയാണ്. അങ്ങനെ ഇവര് പതിയെ പതിയെ അവിടെ നിന്ന് പോകുന്ന അതേ സമയത്ത് തന്നെ നമ്മുടെ ക്ലഹദോർ ആണെങ്കിൽ ഇവരങ്ങോട്ട് വന്നാൽ നമ്മളുടെ നാമിയുടെ വഞ്ചിയില്ലേ ആ ഒരു വഞ്ചിയിൽ കയറി അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ്. എന്തായാലും കയ്യെ പറ്റിച്ച് ജീവിക്കാൻ സാധിച്ചില്ല, ഇനി അടുത്ത ആളെ പറ്റിച്ച് ജീവിക്കാം, അടുത്ത സ്ഥലത്ത് പോകാമെന്ന് പറഞ്ഞ് അയാളും അത് തുഴഞ്ഞു പോവുകയാണ്. ഈ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ കോബി ആണെങ്കിൽ തിരിച്ച് ഗാർപ്പിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഗാർപ്പിനോട് പറയുകയാണ് സോറി, എനിക്ക് അങ്ങ് പറഞ്ഞതുപോലെ ആ ലൂഫിയെ പിടിക്കാൻ വേണ്ടി സാധിച്ചില്ല, എന്നെ ഏൽപ്പിച്ച ജോലി ഞാൻ കൃത്യമായിട്ട് ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് മാപ്പ് അപേക്ഷിക്കുകയാണ്. ഇപ്പൊ ഗാർപ്പ് പറയുകയാണ് ഞാൻ വിചാരിച്ച കാര്യം കൃത്യമായിട്ട് നടന്നു, നീ ഒരു ബൈനോക്കുലറിലൂടെ നോക്കിക്കേ, ദാ ഞാൻ വിചാരിച്ച കാര്യം തന്നെയാണ് ഇവിടെ നടക്കുന്നത്. ലൂഫിയൊക്കെ ആ ഒരു ഐലൻഡിൽ നിന്ന് കടലിലോട്ട് പ്രവേശിച്ചിട്ടുണ്ട്, കടലിൽ വെച്ച് അവരെ അറ്റാക്ക് ചെയ്യാൻ വളരെയധികം ഈസി ആയിരിക്കുമെന്നും പറയുകയാണ്. അങ്ങനെ ഇത് കേൾക്കുന്ന കോബിയുടെ മനസ്സിൽ ഭയങ്കരമായിട്ട് വിഷമം വരികയാണ്. കാരണം ലൂഫിക്ക് എന്തെങ്കിലും പറ്റുമോ എന്ന് ആലോചിച്ചിട്ടാണ് അവൻ ഈ ടെൻഷൻ അടിക്കുന്നത്. ഇതേ സമയം തന്നെ ഈ ഒരു കപ്പലിന് ഓൾറെഡി കയയാണെങ്കിൽ അവിടുന്ന് വിടുന്നതിന് മുന്നേ തന്നെ പേരിട്ടിട്ടുണ്ടായിരുന്നു. ശരിക്കും ക്ലഹദോറ ആദ്യം നമ്മുടെ കയയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സെർവന്റിനെ കൊന്നിട്ടുണ്ടായിരുന്നില്ലേ, മെറി. അങ്ങനെ ഗോയിങ് മെറി അയാളുടെ പേരിന്റെ ആ ഒരു ഇതായിട്ട് ഗോയിങ് മെറി എന്നാണ് അവരുടെ കപ്പലിന് പേരിട്ടിരിക്കുന്നത്. അങ്ങനെ കപ്പലിന്റെ അകത്താണെങ്കിൽ ഇപ്പോൾ നേരത്തെ നമ്മളുടെ ലൂഫി ഡിസൈൻ ചെയ്ത അതുപോലെ തന്നെ ഒരു കൊടി പോലത്തെ സംഭവം നമ്മുടെ ഉസോപ്പും ഡിസൈൻ ചെയ്യുന്നുണ്ട്. ഇത് കണ്ടിട്ട് നാമിക്ക് ദേഷ്യം വരികയാണ്. നിങ്ങൾ എന്താണ് ഒരമ്മ പെറ്റ മക്കളാണോ, എല്ലാ മണ്ടത്തരങ്ങളും ഒരുപോലെ എന്ന് പറഞ്ഞിട്ട് നാമി ആണെങ്കിൽ അവരെ കളിയാക്കുകയാണ്. അങ്ങനെ ഇപ്പൊ അടുത്തടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരാണ് ഷിപ്പിന്റെ ക്യാപ്റ്റൻ എന്നാണ്. അങ്ങനെ അവസാനം ഒരു അരമണിക്കൂറത്തെ വാക്ക് തർക്കത്തിന് ശേഷം രണ്ടുപേരും കൂടെ തീരുമാനിക്കുകയാണ് കപ്പലിന്റെ ക്യാപ്റ്റൻ ലൂഫി തന്നെയെന്ന്. വൈസ് ക്യാപ്റ്റനായിട്ട് അവർ തന്നെ സോറോയെയും തിരഞ്ഞെടുക്കുകയാണ്. നമിയാണ് ഈ പറഞ്ഞ മാപ്പൊക്കെ നോക്കുന്നത്, ബാക്കി കപ്പലിന്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് ഉസോപ്പായിരുന്നു. അങ്ങനെ ഇതൊക്കെ പറയുന്ന സമയത്ത് കപ്പലിന് പെട്ടെന്നൊരു ഇളക്കം തട്ടുകയാണ്. എടാ മണ്ടന്മാരെ, പറഞ്ഞ് നാക്ക് വായിലോട്ടിട്ടില്ല, അതിന് മുന്നേ എന്തോ സംഭവിച്ചു, എന്താ നോക്കാം, വാ നിങ്ങൾ മുകളിലോട്ട് വരാൻ പറഞ്ഞിട്ട് നമി എല്ലാവരെയും കൊണ്ട് മുകളിലോട്ട് പോവുകയാണ്. അങ്ങനെ ബൈനോക്കുലർ വെച്ച് നോക്കുമ്പോഴാണ് ഇവർക്ക് മനസ്സിലാവുന്നത് ഇവരുടെ കപ്പൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറ്റാക്ക് ചെയ്യപ്പെടുകയാണ്. അത് മറ്റാരും അല്ലായിരുന്നു, ഗാർപ്പ് തന്നെയായിരുന്നു. അങ്ങനെ ബൈനോക്കുലറിലൂടെ ഇവർ നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ലൂഫി ഇപ്പോഴാണ് ഗാർപ്പിനെ കാണുന്നത്. അവൻ അറിയാതെ അവന്റെ വായിൽ നിന്ന് മുത്തച്ഛൻ എന്നുള്ള ആ ഒരു കാര്യം പുറത്തു വരികയാണ്. അപ്പൊ ബാക്കി കപ്പലിൽ ഉണ്ടായിരുന്ന 3 പേരും ഞെട്ടുകയാണ്. മറൈൻസിലുള്ള വൈസ് ഹെഡ് നിന്റെ മുത്തശ്ശനോ?
അതായത് ഗാർപ്പോ. അപ്പോൾ ഇവൻ പറയാണ് അതെ, ഗാർപ്പ് ഡി മങ്കി അല്ലെങ്കിൽ മങ്കി ഡി ഗാർപ്പ് എന്ന് പറയുന്നത് ഇവന്റെ മുത്തശ്ശനാണ് എന്ന്. അങ്ങനെ ഞെട്ടിത്തരിച്ചു നിൽക്കുന്ന ബാക്കിയുള്ള ക്രൂ മെമ്പേഴ്സിനെ കാണിച്ചുകൊണ്ട് ഈ ഒരു എപ്പിസോഡും അവസാനിക്കുകയാണ്. ഇനി നമ്മൾ കണ്ടു തന്നെ അറിയണം എങ്ങനെയാണ് മുത്തശ്ശനും അതുപോലെ തന്നെ പേരക്കുട്ടിയും തമ്മിൽ ഫൈറ്റ് ചെയ്യാൻ പോകുന്നത് എന്ന്. സോ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത്. അടുത്തൊരു എപ്പിസോഡുമായിട്ട് നിങ്ങൾക്ക് മുന്നിലോട്ട് എത്തുന്നത് വരെ ദിസ് ഇസ് ടിൽ ദെൻ ബൈ ഫ്രം us.